ഇരിക്കാം. കൊരിന്ത്യർക്കാർക്ക് എഴുതിയ രണ്ടാം ലേഖനം 3-ാം അധ്യായം 18-ാമത്തെ തിരുവചനം. 2 കൊരിന്ത്യർ 3:18. കർത്താവിൻ്റെ മഹത്വം കണ്ണാടിയിലെന്ന പോലെ മൂടുപടമണിയാത്ത മുഖത്ത് പ്രതിഫലിക്കുന്ന നാം എല്ലാവരും അവിടുത്തെ സാദൃശ്യത്തിലേക്ക്, മഹത്വത്തിൽ നിന്ന് മഹത്വത്തിലേക്ക് രൂപാന്തരപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇത് ആത്മാവായ കർത്താവിൻ്റെ ദാനമാണ്. വലതുകരം ഉയർത്തി വീശിക്കൊണ്ട് കർത്താവിൻ്റെ മഹത്വം കണ്ണാടിയിലെന്ന പോലെ മൂടുപടമണിയാത്ത മുഖത്ത് പ്രതിഫലിക്കുന്ന നാം എല്ലാവരും അവിടുത്തെ സാദൃശ്യത്തിലേക്ക്, മഹത്വത്തിൽ നിന്ന് മഹത്വത്തിലേക്ക് രൂപാന്തരപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇത് ആത്മാവായ കർത്താവിന്റെ ദാനമാണ്. ഇരുകരങ്ങളും ഉയർത്തി വീശിക്കൊണ്ട് കർത്താവിന്റെ മഹത്വം കണ്ണാടിയിലെന്ന പോലെ മൂടുപടമണിയാത്ത മുഖത്ത് പ്രതിഫലിക്കുന്ന നാം എല്ലാവരും അവിടുത്തെ സാദൃശ്യത്തിലേക്ക്, മഹത്വത്തിൽ നിന്ന് മഹത്വത്തിലേക്ക് രൂപാന്തരപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇത് ആത്മാവായ കർത്താവിന്റെ ദാനമാണ്. ഈശോയിൽ സ്നേഹം നിറഞ്ഞ സുഭാഷണച്ച, ജോസഫച്ച, പ്രിയപ്പെട്ട സിസ്റ്റേഴ്സ്, സഹോദരരെ, ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. പരസ്പരം സ്തുതി ചൊല്ലാം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സന്തോഷത്തോടെ പറയാം ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. അടുത്ത് ഇരിക്കുന്നവരെ നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് പറയാം ഹല്ലേലൂയ, ഹല്ലേലൂയ. കുറച്ചുകൂടെ സൂപ്പറായിട്ട് ചിരിച്ചിട്ട് പറയാം ഹല്ലേലൂയ. എല്ലാവരും അച്ഛനെ നോക്കി ഒന്ന് ചിരിച്ചിട്ട് പറഞ്ഞേ ഹല്ലേലൂയ. ഈശോയെ നോക്കി നൈസായിട്ട് ചിരിച്ചിട്ട് പറഞ്ഞേ ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ടവരെ, ഇന്ന് സെന്റ് തോമസ് ഡേയുടെ എല്ലാ ആശംസകളും പ്രാർത്ഥനകളും എല്ലാവർക്കും നേരുന്നു. നമുക്ക് കൈയടിച്ച് കർത്താവിനെ നന്ദി പറയാം. ഭാരതത്തിൻ്റെ അപ്പോസ്തലനായി ഈശോ നമുക്ക് നൽകിയ തോമാസ് ലീഹായുടെ മാധ്യസ്ഥം നമ്മുടെ സഭയ്ക്ക്, തിരുസഭയ്ക്ക്, ഭാരത സഭയ്ക്ക് എപ്പോഴും അനുഗ്രഹമാണ്. ഈ വിശുദ്ധൻ ഇരട്ടച്ചങ്കുള്ള വിശുദ്ധൻ എന്നാണ് നമ്മൾ ധ്യാനിക്കാറുള്ളത്. ദിദിമോസ് എന്ന വാക്കിൻ്റെ അർത്ഥം ഇരട്ട എന്നാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പോൾ ഇരട്ട എന്ന് പറഞ്ഞാൽ, ദിദിമോസ് ഇരട്ട എന്ന് പറഞ്ഞാൽ ഒരു വ്യാഖ്യാനം എങ്ങനെയാണ്? ഈശോയെ പോലെ ആകൃതിയിലായിരുന്നത് കൊണ്ട്, ഈശോയുടെ ഒരു ടിൻ അല്ലെങ്കിൽ ഇരട്ട അതുപോലെ ഈശോയെ പോലെ ആയിരുന്നത് കൊണ്ട് ദിദിമോസിനെ അല്ലെങ്കിൽ തോമാസിനെ ദിദിമോസ് എന്ന് വിളിച്ചിരുന്നു എന്ന് പറയുന്ന ഒരു വ്യാഖ്യാനമുണ്ട്. അത് നല്ലൊരു ചിന്തയാണ്. നമ്മൾ ആരെ പോലെയാണ് ആയിരിക്കേണ്ടത്? ഈശോയെ പോലെയാണ് ആയിരിക്കേണ്ടത്. ആകൃതിയിലല്ല, ആത്മാവിൽ നമ്മൾ ഈശോയെ പോലെ ആയിരിക്കണം. പ്രൈസ് ദി ലോർഡ്. അതാണ് നമ്മൾ ഇന്ന് പാടിയത്. ആരെ പോലെ ആയാൽ മതി. ഒന്ന് പാടി, അത് മറന്നുപോയോ? പാടി നോക്കിയേ. ഹല്ലേലൂയ. ഇന്ന് പഠിച്ചത് ഇന്ന് തന്നെ മറക്കുന്നതാണ് നല്ലത്. ഈശോ ഈശോ ഈശോയെ പോലെ
പടിയേ. ഈശോ ഈശോ ഈശോയെ പോലെ ആയാൽ മതി, എനിക്കായാൽ മതി. പ്രൈസ് ദി ലോർഡ്. ഇന്ന് ഭാര്യ ഭർത്താക്കന്മാർ കിടക്കാൻ പോകുന്നതിന് മുമ്പ് ബെഡ്റൂമിൽ മുഖത്തോട് മുഖം നോക്കി പാടേണ്ട പാട്ട് ഇതാണ് കേട്ടോ. തെറ്റിച്ച് പാടരുത്. കണ്ണിച്ചേട്ട എഴുതി വെച്ചത് മേഴ്സി ചേച്ചി ചോദിക്ക. ഹല്ലേലൂയ. ഏത് പാട്ടാണ് പാടേണ്ടത്? ഇല്ലേ നിങ്ങൾ? കല്യാണം കഴിക്കാത്ത കൊച്ചുങ്ങളാണ് നന്നായിട്ട് പാടുന്നത്. അപ്പോൾ ഇല്ലേ, നിങ്ങൾ കിടക്കാൻ പോകുന്നതിന് മുമ്പ് എല്ലാ ദിവസവും പാട്ട് പാടണമെന്ന് പറഞ്ഞിട്ടില്ലേ? അപ്പൊ ഇന്ന് പാടേണ്ട പാട്ട് ഇതാണ് കേട്ടോ. വേണ്ടേ വേണ്ടേ വേറൊന്നും വേണ്ടേ, സ്വർണവും വേണ്ട അല്ലേ, പുതിയ സാരിയും വേണ്ട, വേറെ ഒന്നും വേണ്ട, എന്ത് മതി? ഈശോയെ പോലെ ആയാൽ മതി. വേറൊന്നും വേണ്ട എന്നുള്ളത് നിങ്ങൾ പ്രത്യേകം എടുത്ത് പറയണം, അപ്പോഴാണ് സന്തോഷമാവുള്ളൂ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ പ്രിയപ്പെട്ടവരെ, എനിക്ക് ഈശോയെ പോലെ ആയാൽ മതി, വേറെ ഒന്നും വേണ്ട എന്ന് പറഞ്ഞ് തന്നെ ഉപേക്ഷിച്ച് ഈശോയുടെ പിറകെ നടക്കുകയും ഈശോയ്ക്ക് വേണ്ടി നടക്കുകയും ഈശോയുടെ കൂടെ നടക്കുകയും ഈശോയ്ക്ക് വേണ്ടി നടക്കുകയും ഈശോയ്ക്ക് വേണ്ടി ജീവിക്കുകയും ഈശോയ്ക്ക് വേണ്ടി മരിക്കുകയും ചെയ്ത ആളാണ് വിശുദ്ധ തോമാസ് ലീഹ. കൈയടിച്ച് നന്ദി പറയാം. ഹല്ലേലൂയ. അങ്ങനെ ഈശോയെ മാത്രം മതി എന്ന് പറഞ്ഞ് ജീവിച്ചത് കൊണ്ടാണ് AD 72 മരണമടിഞ്ഞിട്ടും ഇന്നും മരിക്കാത്ത ഓർമ്മയായി ജീവിക്കുന്ന ഈശോയോടൊപ്പം നമ്മോട് കൂടെ നിൽക്കുന്ന സാന്നിധ്യമായി ഈ അപ്പോസ്തലന്റെ സാന്നിധ്യമുള്ളത്. ഉച്ചത്തിൽ വിളിക്കാം ഈശോയേ. ഹൃദയം തുറന്ന് വിളിക്കാം ഈശോയേ. പ്രിയപ്പെട്ടവരെ, ഈ അപ്പോസ്തലനെ ശക്തിപ്പെടുത്തിയ അഭിഷേകമാണ് തിരുരക്തത്തിന്റെ അഭിഷേകം എന്ന് പറയുന്നത്. അച്ഛൻ കഴിഞ്ഞ ആഴ്ച നിങ്ങൾക്ക് ഒരു വാഗ്ദാനം തന്നിട്ടുണ്ടായിരുന്നു. ഇന്ന് തിരുരക്തത്തിന്റെ അഭിഷേകത്തെ കുറിച്ച് നമ്മൾ വിചിന്തനം ചെയ്യുമെന്ന്. ജൂലൈ മാസം 1-ാം തീയതി തിരുസഭ ആഘോഷിക്കുന്ന ഒരു തിരുനാളാണ് പ്രേഷ്യസ് ബ്ലഡ് ഓഫ് ജീസസ് എന്ന തിരുനാള്. എന്താണ് ആ തിരുനാള്? ദ ഫീസ്റ്റ് ഓഫ് ദ പ്രേഷ്യസ് ബ്ലഡ് ഓഫ് ജീസസ്, ഈശോയുടെ തിരുരക്തത്തിന്റെ തിരുനാൾ. ഹല്ലേലൂയ. ഈ ജൂലൈ മാസം മുഴുവൻ ഈശോയുടെ തിരുരക്തത്തോടുള്ള ഭക്തിക്ക് വേണ്ടി സമർപ്പിക്കപ്പെട്ടിട്ടുള്ള മാസമാണ്. ഹല്ലേലൂയ. ജൂൺ മാസം എന്തിനുള്ളതായിരുന്നു? തിരുഹൃദയത്തിനുള്ളതായിരുന്നു. മെയ് മാസം മാതാവിനുള്ള മാസമായിരുന്നു. അതുപോലെ ജൂലൈ മാസം ഈശോയുടെ തിരുരക്തത്തിന് സമർപ്പിക്കപ്പെട്ടിട്ടുള്ള മാസമാണ്. നമ്മുടെ പ്രധാനപ്പെട്ട ഒരു പാട്ടുകളിൽ ഒന്നാണ് തിരുരക്തക്കടലിൽ മുക്കണമേ എന്ന പാട്ട്. ഹല്ലേലൂയ. 2017 മുതൽ അച്ഛൻ ഇവിടെ വന്നതിന് ശേഷമാണ് ഈശോ ആ പാട്ട് അച്ഛന് നൽകിയത്. ഇവിടെ വന്നതിന് ശേഷം എഴുതിയ പാട്ടാണ് തിരുരക്തക്കടലിൽ മുക്കണമേ എന്ന പാട്ട്. അപ്പോൾ എന്താണ് ഈ തിരുരക്തത്തിന്റെ അഭിഷേകം എന്നാണ് നമ്മൾ പഠിക്കാനായിട്ട് തുടങ്ങുന്നത്. വളരെ ശ്രദ്ധയോടുകൂടെ അച്ഛൻ ഒരു അപകടമുള്ള കിണറ്റിലേക്ക് എടുത്ത് ചാടുന്നത് പോലെയാണ് ഈ തിരുരക്തത്തെക്കുറിച്ചുള്ള പഠനം ഇപ്പോൾ പങ്കുവയ്ക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്. കാരണം വളരെ ശ്രദ്ധിച്ചിരിക്കണം. കുറച്ച് ദൈവശാസ്ത്രപരമായിട്ടുള്ള അല്ലെങ്കിൽ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ചിന്തകൾ നമ്മുടെ ഭാവനയിൽ കണ്ട് മനസ്സിലാക്കേണ്ട. തിരുരക്തത്തിന്റെ അഭിഷേകം എന്ന് പറയുന്നത് ഒരു സ്പിരിച്വൽ പ്രോസസ്സാണ് അല്ലേ? തിരുരക്തക്കടൽ എന്ന് പറയുന്നത് എന്ത് കടലാണ്? നമ്മൾ പയ്യാമ്പലത്ത് പോകുമ്പോൾ ഒരു കടൽ കാണാറുണ്ട് ഇല്ലേ? അച്ഛൻ ഇതുവരെ പോയിട്ടില്ല, പോണം. ഹല്ലേലൂയ. അപ്പോൾ പയ്യാമ്പലത്തുള്ള കടൽ ഒരു എന്താണ്, ഭൗതികമായ കടലാണ്. അതൊരു റിയാലിറ്റിയാണ്, ഒരു ഫിസിക്കൽ റിയാലിറ്റിയാണ്.
ഒരു ജിയോഗ്രഫിക്കൽ റിയാലിറ്റിയാണ്. അതങ്ങനെ തന്നെയുണ്ട്. നമുക്ക് കണ്ണുകൊണ്ട് കാണാം, കൈകൊണ്ട് പിടിക്കാം, എടുത്ത് ചാടാം, കുളിക്കാൻ അറിയാവുന്നവർ, നീന്താൻ അറിയാവുന്നവർക്ക് നീന്താം, മുങ്ങാൻ അറിയാവുന്നവർക്ക് മുങ്ങാൻ, എന്തു വേണേലും ചെയ്യാം, അല്ലേ? പ്രൈസ് ദി ലോർഡ്. പക്ഷേ തിരുരക്തക്കടൽ എന്ന് പറഞ്ഞാൽ പ്രിയപ്പെട്ടവരെ, അത് ഒരു ആത്മീയമായ ഒരു സ്പിരിച്വൽ സീ ആണ്. ഹല്ലേലൂയ. അപ്പോൾ തിരുരക്തം ഞങ്ങളിൽ പെയ്യട്ടെ, ഞങ്ങളിൽ പെയ്യട്ടെ. മഴ പെയ്യുമ്പോൾ നമ്മൾ മഴ കൊള്ളാൻ വേണ്ടി പുറത്തിറങ്ങി നിൽക്കുമ്പോൾ നമുക്കത് എവിടെയാണ് അനുഭവപ്പെടുന്നത്? നനഞ്ഞു കഴിയുമ്പോൾ, അല്ലേ? നമ്മുടെ ശരീരമാണ് നനയുന്നത്. ഈ തിരുരക്തം പെയ്യുന്നത് ഒരു സ്പിരിച്വൽ പ്രോസസ്സാണ്. ആ സ്പിരിച്വൽ പ്രോസസ്സിൽ നനയുന്നത് നമ്മുടെ ആത്മാവാണ്. കൈയടിച്ച് നന്ദി പറയാം. അപ്പോൾ തിരുരക്തം എന്നത് ഉദ്ദേശിക്കുന്നത് തന്നെ, ഇനി ശ്രദ്ധിക്കുക ഓരോ കാര്യങ്ങൾ, ചില ഉദാഹരണങ്ങൾ പറയാതെ പോകും. അപ്പോൾ തിരുരക്തം എന്ന് ഉദ്ദേശിക്കുന്നത് ഈശോയുടെ സാക്രിഫിഷ്യൽ ഡെത്തിനെ, അതായത് ഗ്രേഷ്യസ് ബ്ലഡ് ഓഫ് ജീസസ്. കിട്ടിയോ? കൈയടിച്ച് കർത്താവിന് നന്ദി പറയാം. തിരുരക്തം അല്ലെങ്കിൽ രക്തം എന്ന വാക്ക് 460 പ്രാവശ്യം ബൈബിളിൽ പലയിടങ്ങളിലായി സൂചന വരുന്നുണ്ട്. വളരെ പ്രധാനപ്പെട്ട ഒരു പഴയ നിയമ ചിന്ത, അല്ലെങ്കിൽ യഹൂദന്മാരുടെ തിരുനാളുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട തിരുനാളുകളിൽ ഒന്നായിരുന്നു പാപപരിഹാര ദിനം. എന്താണ് പാപപരിഹാര ദിനം? അതിനെ പറയുന്ന, ഇംഗ്ലീഷിൽ പറയുന്ന പേരാണ് ഡേ ഓഫ് അറ്റോൺമെന്റ്. ഇംഗ്ലീഷ് പറഞ്ഞേ. അതിന് ഹീബ്രുവിൽ പറയുന്ന പേരാണ് യോം കിപ്പൂർ. എന്താണ്? ഈ തിരുനാൾ ഹെബ്രായ കലണ്ടർ അനുസരിച്ച് 7-ാം മാസം 10-ാം ദിവസമാണ് ഇവർ ഈ തിരുനാൾ ആഘോഷിക്കുന്നത്. അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട തിരുനാളുകളിൽ ഒന്നാണ്. ഈ തിരുനാളിന്റെ അന്നാണ് ആ വർഷം മുഴുവൻ ചെയ്തിട്ടുള്ള പാപങ്ങൾക്ക് കാലത്ത് തുടങ്ങി, ആ തിരുനാളിന്റെ ഒരു പ്രത്യേകതയുണ്ട്, കാലത്ത് തുടങ്ങി ഉപവാസമാണ്. തിരുനാളിന്റെ പ്രത്യേകത എന്താണ്? കാലത്ത് തുടങ്ങി ഉപവാസമാണ്. നമുക്ക് ഒരു തിരുനാൾ ഉണ്ടെങ്കിൽ കാലത്ത് തുടങ്ങി എന്തായിരിക്കും? കാലത്ത് തുടങ്ങി തീറ്റയും കുടി, അല്ലേ? ക്രിസ്മസ് ആണെങ്കിൽ കാലത്ത് തുടങ്ങി ബ്രേക്ക്ഫാസ്റ്റ് തുടങ്ങി, രാത്രി മടുത്തു എന്ന് പറയുന്നത്. ഈസ്റ്റർ ആണെങ്കിൽ തലേ ദിവസം തുടങ്ങി തീറ്റയും കുടി. പള്ളിപ്പെരുന്നാളാണെങ്കിൽ, ഏത് തിരുനാളാണെങ്കിലും നമുക്ക് തലേ ദിവസം തുടങ്ങി തീറ്റയും കുടി. ഈ യഹൂദന്മാർക്ക് ഈ പാപപരിഹാര ദിനത്തിന്റെ ആ ഏറ്റവും പ്രധാനപ്പെട്ട തിരുനാള് ഉപവാസത്തിന്റെ തിരുനാളാണ്. ഉപവസിച്ച് പ്രാർത്ഥിക്കുകയാണ്. എന്തിനു വേണ്ടിയിട്ട്? ഞങ്ങൾ ഇതുവരെ ചെയ്തു പോയ പാപങ്ങൾക്ക് മുഴുവൻ പരിഹാരമായിട്ട് അവർ പ്രാർത്ഥിക്കുകയാണ്. പ്രാർത്ഥിച്ച് വൈകുന്നേരമാകുമ്പോഴേക്കും പ്രിയപ്പെട്ടവരെ, അവരുടെ പാപപരിഹാരത്തിന് വേണ്ടി ചെയ്യുന്നൊരു കാര്യമാണ് 2 ആട്ടിൻകുട്ടികളെ കൊണ്ടുവന്ന് ദേവാലയത്തിൽ, ഒരെണ്ണം ദേവാലയത്തിൽ ബലി കഴിക്കും, മറ്റൊന്നിനെ മരുഭൂമിയിലേക്ക് തങ്ങളുടെ പാപത്തിന്റെ ഭാരങ്ങൾ മുഴുവൻ ആ കുഞ്ഞാടിന്റെ മേൽ കൈവച്ച് ആരോപിച്ചിട്ട്, ഞങ്ങളുടെ ഒരു കുമ്പസാരം പോലെയാണ്, എല്ലാ പാപങ്ങളും ഈ കുഞ്ഞാടിന്റെ മേലിട്ടിട്ട് അതിനെ മരുഭൂമിയിലേക്ക് ഓടിച്ചുവിടും. മറ്റേ കുഞ്ഞാടിനെ പുരോഹിതൻ അറുക്കും. ഈ കുഞ്ഞാട് ശരിക്കും എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടോ? ഇല്ല. ഈ കുഞ്ഞാട് ഒരു തെറ്റും ചെയ്തിട്ടില്ല. തെറ്റ് ചെയ്തത് മുഴുവൻ ആരാണ്? മനുഷ്യരാണ്. പക്ഷേ തെറ്റ് ചെയ്ത മനുഷ്യർക്ക് പരിഹാരമായി ഒരു തെറ്റും ചെയ്യാത്ത കുഞ്ഞാടിനെ അറുക്കും. അറുത്തിട്ട് ഈ കുഞ്ഞാടിന്റെ രക്തം, പ്രധാന പുരോഹിതൻ ഈ രക്തമെടുത്ത് ഹോളി ഓഫ് ഹോളീസ്, ഏറ്റവും പരിശുദ്ധമായ സ്ഥലത്ത്, ദേവാലയത്തിന്റെ ഏറ്റവും പരിശുദ്ധമായ സ്ഥലത്ത് കൃപാസനം എന്ന് പറയുന്ന ഒരു സിംഹാസനമുണ്ട്.
കൃപാസനം എന്ന് പറയുന്ന ഈ സിംഹാസനത്തിൽ അത് ദൈവത്തിൻ്റെ ഇരിപ്പിടമാണ് എന്നാണ് അതിൻ്റെ അർത്ഥം. സീറ്റ് ഓഫ് ഗ്രേസ്, ദൈവത്തിൻ്റെ സിംഹാസനത്തിലേക്ക് കൊണ്ടുപോയി ഈ കൊല്ലപ്പെട്ട കുഞ്ഞാടിൻ്റെ രക്തം തളിക്കുമ്പോൾ ജനങ്ങളുടെ പാപങ്ങൾ മുഴുവൻ പരിഹാരമായി, ആ പാപങ്ങൾ മുഴുവൻ ഇല്ലാതെയായി എന്ന ഒരു വിശ്വാസം, എന്ന ഒരു ചിന്ത, എന്ന ഒരു നിയമം, എന്ന ഒരു ആചാരം പഴയ നിയമത്തിൽ നമ്മൾ ഇത് വായിക്കുന്നത് ലേവിയുടെ പുസ്തകത്തിൽ 16-ാം അധ്യായത്തിലാണ്. കൈയടിച്ച് കർത്താവിന് നന്ദി പറയാം. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, പാപം ചെയ്ത മനുഷ്യൻ, ഈ മനുഷ്യന്റെ പാപങ്ങൾക്ക് പരിഹാരമായി ഒരു കുഞ്ഞാട് കൊല്ലപ്പെടുകയാണ്. കൊല്ലപ്പെട്ട കുഞ്ഞാടിന്റെ രക്തം എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? ജീവനെയാണ് സൂചിപ്പിക്കുന്നത്. രക്തം ചിന്തുക എന്ന് പറഞ്ഞാൽ പ്രിയപ്പെട്ടവരെ ജീവൻ കൊടുക്കുക എന്നാണ് അർത്ഥം. ശ്രദ്ധിക്കുക, എന്താണ് രക്തം ചിന്തുക എന്ന് പറഞ്ഞാൽ? അതിന്റെ അർത്ഥം ജീവൻ കൊടുക്കുക, മരിക്കുക എന്നാണ് അതിന്റെ അർത്ഥം. അല്ലാതെ നമ്മുടെ കൊച്ചുങ്ങൾ കൈമുറിച്ചിട്ട് രക്തം ചിന്തി എന്ന് പറയുന്ന പോലെയല്ല. അതല്ല രക്തം ചിന്തല്. രക്തം ചിന്തുക എന്ന് പറഞ്ഞാൽ മരിക്കുക എന്നാണ് അർത്ഥം. അപ്പോൾ ഈ കുഞ്ഞാട് കൊല്ലപ്പെടുന്നു, കുഞ്ഞാടിന്റെ രക്തം കൊണ്ടുപോയി ആ കൃപാസനത്തിന്റെ മേൽ തളിക്കുന്നു എന്ന് പറഞ്ഞാൽ പ്രിയപ്പെട്ടവരെ, രക്തം ജീവൻ. ഈ ജീവൻ ഞാൻ ദൈവത്തിന് സമർപ്പിക്കുന്നു എന്നാണ് അർത്ഥം. ശ്രദ്ധിച്ച് പോണം. എന്താണ് രക്തം തളിക്കുക എന്ന് പറഞ്ഞാൽ? അതിന്റെ അർത്ഥം ജീവൻ ദൈവത്തിന് സമർപ്പിക്കുന്നു. ഒന്ന് പറഞ്ഞേ. ജീവൻ ദൈവത്തിന് സമർപ്പിക്കുന്നു. ഇനി ജീവൻ ദൈവത്തിന് സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? ടോട്ടൽ ഒബീഡിയൻസ് ടു ദ വിൽ ഓഫ് ഗോഡ്. ദൈവഹിതത്തിന് പൂർണ്ണമായി ഞാൻ കീഴ്വഴങ്ങുന്നു. എന്താണ്? ദൈവഹിതത്തിന്. ഈ രക്തം കൊണ്ടുപോയി അതുമ്മ തളിക്കുമ്പോൾ അതിന്റെ അർത്ഥം ഇതാണ്: ദൈവഹിതത്തിന് പൂർണ്ണമായി ഞാൻ കീഴ്വഴങ്ങുന്നു എന്ന് പറഞ്ഞ് രക്തം സമർപ്പിക്കുമ്പോൾ എങ്ങനെയാണത് പാപ പരിഹാരമാകുന്നത്? ഞാൻ ദൈവഹിതത്തിന്, ദൈവത്തിന്റെ നിയമത്തിന് പൂർണ്ണമായി എന്നെ സമർപ്പിക്കുന്നു എന്ന ഒരു സിംബോളിക് ആക്ട്, പ്രതീകാത്മകമായൊരു പ്രവൃത്തി എങ്ങനെ പാപപരിഹാരമാകും? പറയാം. എന്താണ് നമ്മുടെ പാപം? നമ്മുടെ പാപമെന്ന് പറഞ്ഞാൽ ദൈവഹിതത്തെ നമ്മൾ ലംഘിച്ചു, ദൈവകൽപ്പനയെ ലംഘിച്ചു എന്നതാണ് പാപം. അല്ലേ? എന്താണ് പാപം? ദൈവകൽപ്പനയെ ലംഘിച്ചു, ദൈവഹിതം ഞാൻ പൂർത്തിയാക്കിയില്ല, ദൈവഹിതത്തെ ഞാൻ അവഗണിച്ചു. ഇതാണ് എന്ത്? പാപം. അപ്പോൾ ദൈവഹിതത്തെ അവഗണിച്ചതിന്റെ പാപത്തിന്റെ പരിഹാരം എന്താണ്? ഇനി മുതൽ ഞാൻ ദൈവഹിതത്തെ പൂർണ്ണമായി അനുസരിച്ചു കൊള്ളാം. ഞാൻ എൻ്റെ ജീവനെ, എൻ്റെ രക്തത്തെ, പ്രതീകാത്മകമായി ഈ രക്തത്തെ, ഞാൻ എൻ്റെ ജീവനെ ദൈവഹിതത്തിന് സമർപ്പിക്കുന്നു. ഇനി ഞാൻ ദൈവഹിതത്തിന് കീഴ്വഴങ്ങി, ദൈവകൽപ്പനകൾക്ക് കീഴ്വഴങ്ങി ജീവിച്ചു കൊള്ളാം എന്ന പ്രഖ്യാപനം വഴി പാപപരിഹാരമുണ്ടാകുകയാണ്. കൈയടിച്ച് നന്ദി പറയാം. പ്രിയപ്പെട്ടവരെ, ഇതാണ് രക്തം ചിന്തൽ വഴിയുള്ള പാപമോചനം. രക്തം ചിന്തൽ വഴിയുള്ള പാപമോചനം
ഇന്ന് വരെ ഞാൻ ദൈവകൽപ്പനകളെ ലംഘിച്ചു, ഇനി ഞാൻ ലംഘിക്കുകയില്ല എന്ന് നമ്മൾ കുമ്പസാരത്തിൽ പറയുന്നത് പോലെയാണ്. അപ്പോൾ ഇന്ന് വരെ ലംഘിച്ചതിനോ? ഇന്ന് വരെ ലംഘിച്ചതിന് ഇതാ ഞാനൊരു പരിഹാരം ചെയ്യുന്നു. എന്താണ് ആ പരിഹാരം? ഇനി ലംഘിക്കുകയില്ല എന്ന പ്രവൃത്തി. ഹല്ലേലൂയ. ഇനി ഇതാണ് പഴയ നിയമത്തിൽ അതിനുവേണ്ടി അവർ പ്രതീകാത്മകമായി ഉപയോഗിച്ചത് ആടിന്റെ രക്തമാണെങ്കിൽ, പാപം ചെയ്യാത്ത ന്യൂനമറ്റ കുറവുകളില്ലാത്ത കുഞ്ഞാടിന്റെ രക്തമാണെങ്കിൽ, പുതിയ നിയമത്തിൽ വചനം പറയുകയാണ്, മനുഷ്യൻ പാപം ചെയ്തതിന് ആട് പരിഹാരം ചെയ്താൽ ശരിയാവില്ല. പുതിയ നിയമത്തിൽ ആടിന്റെ രക്തം എടുത്തൊഴിച്ചാൽ അത് നമുക്കറിയാം, അത് ഈക്വൽ ആവുകയില്ല. അതുകൊണ്ട് പാപമില്ലാത്ത ഒരു മനുഷ്യനെ വേണം. പാപമുള്ള മനുഷ്യന്റെ രക്തം പാപമുള്ള മനുഷ്യന് പരിഹാരമാവുകയില്ല. എന്താണ്? പാപമുള്ള മനുഷ്യന്റെ രക്തം പാപമുള്ള മനുഷ്യന് പരിഹാരമില്ല. ഓൾറെഡി കുടിശ്ശിക വരുത്തിയിട്ടുള്ള ഒരാൾക്ക് വേറൊരാൾക്ക് ജാമ്യം നിൽക്കാൻ പറ്റുമോ? ക്ലിയർ ആയല്ലേ? കുടിശ്ശിക ബാങ്കിൽ 2-3 ലോൺ എടുത്തിട്ട് കുടിശ്ശികയാണ്. അയാൾ ചെന്നിട്ട് പറയാണ് ഞാൻ ജാമ്യം നിൽക്കാന്ന് പറഞ്ഞ മാനേജർ എന്ത് പറയും? പോയി പണി നോക്കാൻ പറയും. ഹല്ലേലൂയ. അപ്പോൾ ഒരു കുടിശ്ശികയുമില്ലാത്ത ഒരാൾ വേണം, അതാണ് ഈശോ. പ്രിയപ്പെട്ടവരെ, നമ്മുടെ പാപങ്ങൾക്ക് മുഴുവൻ പരിഹാര ബലിയായി ഈ പാപ പരിഹാര ദിനം. അച്ഛൻ നിങ്ങളോട് നേരത്തെ പറഞ്ഞിരുന്നു, ഹെബ്രായ കലണ്ടറിന്റെ 7-ാം മാസത്തിലെ 10-ാം ദിവസം, അതാണ് നമ്മുടെ ദുഃഖവെള്ളിയാഴ്ച. ഈ ദുഃഖവെള്ളിയാഴ്ച ഈശോ രക്തം ചിന്തുകയാണ്. ആ കുഞ്ഞാട് കൊല്ലപ്പെടുകയാണ്. കുഞ്ഞാട് കൊല്ലപ്പെട്ടിട്ട് ആ രക്തം ദൈവം ഇരിക്കുന്ന ഒരു കൃപാസനം, സീറ്റ് ഓഫ് ഗോഡ്, ദൈവം ഇറങ്ങി വരുന്ന ഒരു സിംഹാസനം കാൽവരിയിൽ നമ്മൾ കാണുന്നുണ്ട്. അതാണ് പ്രിയപ്പെട്ടവരെ കുരിശ്. ആ കുരിശിൽ ഈശോ തന്റെ രക്തമൊഴുക്കുകയാണ്. ആ രക്തമൊഴുക്കുന്നത് വഴി നമുക്ക് വേണ്ടി ഈശോ പ്രഖ്യാപിച്ചു, ഇതാ മനുഷ്യകുലത്തിന്റെ മുഴുവൻ സമ്പൂർണ്ണ സമർപ്പണം, ദൈവഹിതത്തിന് ഉള്ള പൂർണ്ണമായ വിധേയത്വം ഞാനിതാ പ്രഖ്യാപിക്കുന്നു. കൈയടിച്ച് നന്ദി പറയാം. ഈശോ കുരിശിൽ കൊല്ലപ്പെട്ടത് മനുഷ്യകുലം മുഴുവന്റെയും പാപങ്ങൾക്ക് പരിഹാരമാണ് എന്നത് നമുക്കറിയാം. അപ്പോൾ കൊല്ലപ്പെട്ട കുഞ്ഞാടിന്റെ രക്തം കുരിശാകുന്ന ആ കൃപാസനത്തിൽ ഇങ്ങനെ ഒഴുകുമ്പോൾ മനുഷ്യകുലത്തിന്റെ പാപങ്ങൾക്ക് മുഴുവൻ അതെങ്ങനെയാണ് പരിഹാരമായി മാറിയത്? ആ രക്തം ഇപ്പോഴും ഒഴുകിക്കൊണ്ടിരിക്കുന്ന രക്തമാണ്. ആ രക്തം നമുക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുന്ന രക്തമാണ്. ആ രക്തം ഈശോയുടെ മരണത്തിന്റെ പ്രതീകമാണ്. ഉച്ചത്തിൽ വിളിക്കാം, ഈശോയേ, ഈശോയേ. ഇപ്പോ തന്നെ ഉറക്കം വന്നു തുടങ്ങിയോ? ഉച്ചത്തിൽ വിളിച്ചേ ഈശോയേ, ചങ്ക് പൊട്ടി വിളിച്ചേ. പ്രിയപ്പെട്ടവരെ, അച്ഛൻ ഇപ്പോൾ പറഞ്ഞത് ആമുഖമാണ്. ക്ലാസ് തുടങ്ങാൻ പോകുന്നുള്ളൂ. ശ്രദ്ധിച്ചു. 1 പത്രോസ് 1:1 വായിച്ച് നമുക്ക് ആരംഭിക്കാം. പത്രോസ് ശ്ലീഹ എഴുതിയ 1-ാം ലേഖനം 1-ാം അധ്യായം 1-ാമത്തെ തിരുവചനം. പ്രിയപ്പെട്ടവരെ, ആദ്യമായിട്ട് വന്നിട്ടുള്ളവർക്കൊക്കെ വേണ്ടി പറയുകയാണ്, നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിലും ഇഷ്ടമില്ലെങ്കിലും ഇനി വചന ശുശ്രൂഷ കഴിയുന്നത് വരെ നിങ്ങൾ ഇരിക്കുന്നിടത്തുനിന്ന് എഴുന്നേൽക്കാൻ പാടില്ല. യു ആർ അണ്ടർ അറസ്റ്റ്. ഹല്ലേലൂയ. ഓക്കെ, വായിക്കാം. യേശുക്രിസ്തുവിന്റെ അപ്പോസ്തലനായ പത്രോസ്
പിതാവായ ദൈവത്താൽ തെരഞ്ഞെടുക്കപ്പെട്ടവരും യേശു ക്രിസ്തുവിന് വിധേയരായിരിക്കുന്നതിനും അവന്റെ രക്തത്താൽ തളിക്കപ്പെടുന്നതിനും വേണ്ടി മുൻകൂട്ടി നിശ്ചയിക്കപ്പെട്ടവരും ആത്മാവിനാൽ വിശുദ്ധീകരിക്കപ്പെട്ടവരുമായി പോന്തസിലും ഗലാത്തിയായാലും കപ്പദോക്കിയായാലും ഏഷ്യയായാലും ബിഥിനിയായാലും പ്രവാസികളായി ചിതറിപ്പാർക്കുന്നവർക്ക് എഴുതുന്നത്. അതായത് സഭയിലെ സമൂഹത്തെ കുറിച്ച് ആരാണ് സഭ എന്ന് പത്രോസ് പറയുകയാണ്. ആരാണ് സഭ? ദൈവത്താൽ തെരഞ്ഞെടുക്കപ്പെട്ടവരാണ്. എന്തിനു വേണ്ടി? യേശു ക്രിസ്തുവിന് വിധേയരായിരിക്കുന്നതിന് വേണ്ടി. നമ്മെ എന്തിനു വേണ്ടിയാണ് ദൈവം തെരഞ്ഞെടുത്തത്? യേശു ക്രിസ്തുവിന് വിധേയരായിരിക്കുന്നതിന്, ഈശോ പറയുന്നത് ചെയ്യുന്നതിന് വേണ്ടി ദൈവം നമ്മെ തെരഞ്ഞെടുത്തിരിക്കുകയാണ്. അവന്റെ രക്തത്താൽ തളിക്കപ്പെടുന്നതിനു വേണ്ടി. ഹല്ലേലൂയ. നമ്മൾ ഈശോയ്ക്ക് വിധേയരായിരിക്കുന്നു. 2, നമ്മൾ ഈശോയുടെ രക്തത്താൽ നമ്മൾ തളിക്കപ്പെടുന്നു. എന്താണ് അതിന്റെ അർത്ഥം? നമ്മൾ നേരത്തെ പറഞ്ഞത് രക്തമെടുത്ത് എവിടെ തളിക്കുന്നു എന്നാ പറഞ്ഞത്? കൃപാസനത്തിൽ തളിക്കുന്നു, കുരിശിൽ തളിക്കുന്നു. ആ രക്തം കുരിശിൽ തളിച്ചാ പോരെ, ഞങ്ങളുടെ മേത്ത് തളിക്കണം. രക്തത്താൽ തളിക്കപ്പെടുമ്പോൾ നമ്മുടെ ഉടുപ്പിലൊക്കെ എന്താവും? രക്തത്തിന്റെ കറയാവും, അല്ലേ? പക്ഷെ ഇത് കറ ഉണ്ടാക്കുന്ന രക്തമല്ല, കറ മാറ്റുന്ന രക്തമാണ്. അപ്പോൾ രക്തത്താൽ തളിക്കപ്പെടുന്നതിന് വേണ്ടി, എന്തിനു വേണ്ടിയാണ് നമ്മെ ദൈവം രക്തം കൊണ്ട് തളിക്കുന്നത്? ഹോളി വാട്ടർ തളിക്കുന്നത് എന്തിനു വേണ്ടിയാണ്? പ്രിയപ്പെട്ടവരെ, ഹോളി വാട്ടർ എന്താണെന്ന് ആവിലായിലെ അമ്മ ത്രേസ്യ പഠിപ്പിക്കുന്നുണ്ട്. എന്താണ് ഹോളി വാട്ടർ? ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്നൊഴുകിയ തിരുരക്തത്തിന്റെയും തിരുജലത്തിന്റെയും അടയാളമാണ് ഈ ഹോളി വാട്ടർ. ഈ വിശുദ്ധ ജലം തളിക്കപ്പെട്ടാൽ പിന്നെ അവിടെ തിന്മയ്ക്ക് നിൽക്കാൻ പറ്റുകയില്ല. ഒരു വസ്തുവിലോ ഒരു വ്യക്തിയിലോ ഒരു സ്ഥലത്തിലോ ഹോളി വാട്ടർ തളിച്ചാൽ പിന്നെ തിന്മയ്ക്ക് അവിടെ നിൽക്കാൻ പറ്റുകയില്ല. ലൈറ്റ് ഇട്ടാൽ പിന്നെ ഇരുട്ടിന് നിൽക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞതുപോലെ അമ്മ ത്രേസ്യ പറയുകയാണ്. അതുകൊണ്ട് അമ്മ ത്രേസ്യ പല പ്രാവശ്യവും പിശാച് പീഡിപ്പിക്കാൻ വന്ന സമയത്ത് പിശാച് അമ്മ ത്രേസ്യ ഇരുന്ന ബെഞ്ചിൽ നിന്ന് മറിച്ചിട്ട് ഉരുട്ടിയ സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടെന്ന് അച്ഛൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. ആ സമയം ഇല്ലേ, നമ്മൾ പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ ചില നേരത്ത് ഉരുണ്ട് വീഴാറില്ലേ? അത് പിശാച് ഉരുട്ട് വീഴുന്നതല്ല, ഉറങ്ങിയിട്ട് ഉരുണ്ട് വീഴുന്നതാണ്. ഹല്ലേലൂയ. അപ്പോൾ പക്ഷെ അമ്മ ത്രേസ്യ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ പിശാച് ഉരുട്ടിയിട്ട സമയത്ത് അമ്മ ത്രേസ്യ പറഞ്ഞു, ആ ഹോളി വാട്ടർ കൊണ്ടുവന്ന്. ചിലപ്പോൾ കുരിശൊക്കെ കാണിച്ചിട്ടൊന്നും പോകാതിരുന്ന പിശാച് ഹോളി വാട്ടർ തളിച്ചപ്പോഴൊക്കെ പോയിട്ടുണ്ടെന്ന് അമ്മ ത്രേസ്യ സാക്ഷ്യപ്പെടുന്നു. അപ്പോൾ നമ്മൾ ഇതാ വിശുദ്ധ ജലത്താൽ തിരുരക്തത്താൽ തളിക്കപ്പെടുന്നതിന് വേണ്ടി മുൻകൂട്ടി നിശ്ചയിക്കപ്പെട്ടവരും അങ്ങനെ തളിക്കപ്പെട്ടത് വഴി ആത്മാവിൽ വിശുദ്ധീകരിക്കപ്പെട്ടവരുമായി തീരുന്നു. കൈയടിച്ച് നന്ദി പറയാം. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, പഴയ ഉടമ്പടി ആടിന്റെ രക്തം കൊണ്ടുള്ള ഉടമ്പടിയായിരുന്നെങ്കിൽ പുതിയ ഉടമ്പടി എങ്ങനെയാണ്? ഈശോയുടെ രക്തത്തിലുള്ള ഉടമ്പടിയാണ്. ഹല്ലേലൂയ. മത്തായിയുടെ സുവിശേഷം 26-ാം അധ്യായം 26 മുതലുള്ള തിരുവചനങ്ങൾ. അവർ ഭക്ഷിച്ചു കൊണ്ടിരുന്നപ്പോൾ യേശു അപ്പമെടുത്ത് ആശീർവദിച്ച് മുറിച്ച് ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുളി ചെയ്തു, വാങ്ങി ഭക്ഷിക്കുവിൻ, ഇതെന്റെ ശരീരമാണ്. അനന്തരം പാനപാത്രമെടുത്ത് കൃതജ്ഞതാ സ്തോത്രം ചെയ്ത് അവർക്ക് കൊടുത്തുകൊണ്ട് പറഞ്ഞു, നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് പാനം ചെയ്യുവിൻ, ഇത് പാപമോചനത്തിനായി അനേകർക്ക് വേണ്ടി ചിന്തപ്പെടുന്നതും ഉടമ്പടിയുടേതുമായ എൻ്റെ രക്തമാണ്. കൈയടിച്ച് നന്ദി പറയാം. ഉച്ചത്തിൽ വിളിക്കാം, ഈശോയേ. വലതുകരം ഉയർത്തി വീശിക്കൊണ്ട് പറയാം, നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന്
പാനം ചെയ്യുവിൻ. പാനം ചെയ്യുവിൻ. ഇത് പാപമോചനത്തിനായി പാപമോചനത്തിനായി അനേകർക്കു വേണ്ടി ചിന്തപ്പെടുന്നതും ഉടമ്പടിയുടേതുമായ എന്റെ രക്തമാണ്. പ്രിയപ്പെട്ടവരെ, എന്തുടമ്പടിയാണ് ഈശോയുടെ രക്തം നിർവഹിച്ചത്? ഈശോയുടെ രക്തം നിർവഹിച്ച ഉടമ്പടി, പിതാവിനോടുള്ള ഉടമ്പടി ഒരു ഭാഗത്ത്. എന്താണ് ആ ഉടമ്പടി? ഞാൻ പൂർണ്ണമായും ദൈവഹിതത്തിന് കീഴ്വഴങ്ങിക്കൊള്ളാം. അതാണ് പിതാവിനോടുള്ള ഉടമ്പടി. നമ്മോടുള്ള ഉടമ്പടി എന്താണ്? ഞാൻ പൂർണ്ണമായും നിങ്ങൾക്ക് വേണ്ടിയുള്ളവനാണ്. കയ്യടിച്ച് നന്ദി പറയാം. ഇതാണ് പുതിയ ഉടമ്പടിയുടെ രക്തമെന്ന് പറയുന്നത്. ഹല്ലേലൂയ. ഈ രക്തം നമ്മുടെ മേൽ തളിക്കപ്പെട്ട് കഴിയുമ്പോൾ, ശ്രദ്ധിച്ചേ, ആത്മീയമായി ഈശോയുടെ ഈ രക്തം നമ്മുടെ മേൽ തളിക്കപ്പെട്ടു എന്ന് കരുതുക, എന്നനുഭവിക്കുക, വിശ്വസിക്കുക. എന്താണ് റിസൾട്ട്? നമ്മൾ പൂർണ്ണമായും പിന്നെ ആരുടേതാണ്? ഈശോയുടേതാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ ഈ തിരുരക്തം ഞങ്ങളിൽ പെയ്യട്ടെ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നത്, പ്രിയപ്പെട്ടവരെ, അതിന്റെ റിസൾട്ട് എന്താണ്? ഈശോയുടെ തിരുരക്തം എൻ്റെ മേൽ വീഴട്ടെ എന്ന് പറഞ്ഞാൽ, ശ്രദ്ധിക്കണേ, ഞാൻ പൂർണ്ണമായും ഈശോയുടേതായി തീരട്ടെ എന്ന ഒരു ഇൻവിറ്റേഷനാണ് ആ പ്രാർത്ഥന. ഹല്ലേലൂയ. എന്താണ് തിരുരക്തം? തിരുരക്തത്തിന്റെ അഭിഷേകം ഞങ്ങൾക്ക് തരണമേ എന്ന് പറഞ്ഞാൽ, ഈശോയെ, ഞങ്ങളെ പൂർണ്ണമായും നിന്റെ സ്വന്തമാക്കണമേ. തിരുരക്തക്കടലിൽ മുക്കണമേ. എന്താണ് തിരുരക്തക്കടലിൽ മുങ്ങിയാലുള്ള ഗുണം? കപ്പിൽ വെള്ളം കോരി കുളിച്ച പോലെയല്ല, അടിമുടി നമ്മുടെ ആരുടേതായി. അതാണ് തിരുരക്തക്കടലിൽ മുക്കണമേ എന്ന് പറയുന്നതിന്റെ അർത്ഥം. കാരുണ്യക്കടലിൽ കഴുകണമേ, അത് പറഞ്ഞുതരാം. തിരുരക്ത കോട്ട കെട്ടിക്കാക്കണമേ, അത് പറയാം. അപ്പൊ തിരുരക്തക്കടലിൽ മുക്കണമേ എന്ന് പറഞ്ഞാൽ, ഈശോയെ, ഞങ്ങളെ പൂർണ്ണമായും നിന്റേതാക്കണമേ. എന്താണ് പൂർണ്ണമായും നിന്റേതാകുക എന്ന് പറഞ്ഞാൽ? നമ്മൾ പൂർണ്ണമായും ഈശോയുടേതാണ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം, നമ്മൾ നമ്മുടെ ഹിതമനുസരിച്ചല്ല, ദൈവഹിതമനുസരിച്ചാണ് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് എന്നാണ് അർത്ഥം. കിട്ടിയോ? സംശയമുള്ളവർ ചോദിച്ചോ. സംശയം ഒഴിച്ച് ബാക്കി എന്ത് വേണേലും ചോദിക്കാം. ഹല്ലേലൂയ. പൂർണ്ണമായും നമ്മൾ ആരുടേതാണ്? ഈശോയുടേതാണ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം, നമ്മൾ എല്ലാ കാര്യങ്ങളിലും ഈശോയുടെ ഇഷ്ടം പൂർത്തിയാക്കും. നമ്മളെല്ലാ കാര്യങ്ങളിലും ഈശോയുടെ ഇഷ്ടം. ഇപ്പോ നമ്മൾ എല്ലാ കാര്യങ്ങളിലും ആരുടെ ഇഷ്ടമാണ് പൂർത്തിയാക്കിക്കൊണ്ടിരിക്കുന്നത്? നമ്മൾ നമ്മുടെ പല കാര്യങ്ങളിലും ആരുടെ ഇഷ്ടമാണ് പൂർത്തിയാക്കിക്കൊണ്ടിരിക്കുന്നത്? മൊബൈൽ നോക്കിക്കൊണ്ടിരിക്കുമ്പോഴും, കോൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴും, ടി വി കണ്ടുകൊണ്ടിരിക്കുമ്പോഴും, തല്ല് പിടിച്ചുകൊണ്ടിരിക്കുമ്പോഴും, കള്ള് കുടിച്ചുകൊണ്ടിരിക്കുമ്പോഴും, കുശുമ്പ് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴും നമ്മൾ ആരുടെ ഇഷ്ടമാണ് പൂർത്തിയാക്കിക്കൊണ്ടിരിക്കുന്നത്? കണ്ട. അപ്പോൾ നമ്മുടെ സ്വാർത്ഥതയിൽ, നമ്മുടെ അഹങ്കാരത്തിൽ, നമ്മുടെ അസൂയയിൽ, നമ്മുടെ അശുദ്ധിയിൽ, നമ്മുടെ പാപങ്ങളിൽ നമ്മൾ ദൈവത്തിന്റെ ഹിതമല്ല, നമ്മുടെ തന്നെ സ്വാർത്ഥതയുടെ ഹിതങ്ങളാണ് പൂർത്തിയാക്കിക്കൊണ്ടിരിക്കുന്നത്. എനിക്ക് തോന്നി, ഞാൻ അങ്ങോട്ട് ചെയ്തു. നീ എന്താണ് ഇത് ചെയ്തത്? എനിക്കങ്ങനെ ചെയ്യാൻ തോന്നി. നീ എന്താണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്? എനിക്കിപ്പോ ഇത് കാണാനാണ് ഇഷ്ടം. നീ എന്തിനാണ് അവിടെ പോയത്? എനിക്ക് പോകാൻ തോന്നി. നീ എന്തിനാണ് മോളെ അവനുമായിട്ട് കൂട്ടുകൂടിയത്? എനിക്ക് കൂട്ടുകൂടാൻ തോന്നി. ആരുടെ ഇഷ്ടം?
ഒരു മകള് ഒരു യുവാവിന്റെ കൂടെ വീട്ടിലേക്ക് കയറി വന്നു. യുവാവിന്റെ കൂടെ വീട്ടിലേക്ക് കയറി വന്നിട്ട് മകൾ അപ്പനും അമ്മയ്ക്കും യുവാവിനെ പരിചയപ്പെടുത്തി കൊടുത്തു. പരിചയപ്പെടുത്തി കൊടുത്തിട്ട് അപ്പോൾ ഈ യുവാവ് ഈ മാതാപിതാക്കളോട് നേരിട്ട് ചോദിക്കുകയാണ്, വന്നിട്ട് ഇരുന്നിട്ടൊന്നുമില്ല. അവരോട് ചോദിക്കുകയാണ്, എനിക്ക് നിങ്ങളുടെ മകളെ വിവാഹം ചെയ്തു തരാൻ പറ്റുമോ? അപ്പൊ അവര് പറഞ്ഞു, അതിനിപ്പോ ഞങ്ങൾക്ക് ആലോചിക്കൊക്കെ വേണ്ടേ, മോൻ ആരാണ്, മോൻ ഏതാണ്, മോൻ എവിടെയുള്ളതാണ്, ഇതൊക്കെ അറിയണ്ടേ. അവൻ പറഞ്ഞു, നിങ്ങൾ അറിഞ്ഞാലും കൊള്ളാം, അറിയാതിരുന്നാലും കൊള്ളാം, ഞാൻ ആരാണെങ്കിലും കൊള്ളാം. അവൻ കാര്യം തുറന്നു പറഞ്ഞു, ഞങ്ങൾ വിവാഹം രജിസ്റ്റർ ചെയ്തു, 30 ദിവസം കഴിഞ്ഞു, ഇപ്പോൾ ഇവൾ എൻ്റെ ഭാര്യയാണ്. പ്രിയപ്പെട്ടവരെ, ഈ മകളെയും കൊണ്ട് ഈ അപ്പനും ഈ മകളുടെ സഹോദരനും കൂടെ ഇവിടെ വന്നിരിക്കുക. രജിസ്ട്രേഷനും കഴിഞ്ഞു, അതിന്റെ അപ്രൂവലും കഴിഞ്ഞു, 30 ദിവസവും കഴിഞ്ഞു. ഇപ്പോ അവര് രണ്ടുപേരും ഭാര്യ ഭർത്താക്കന്മാരാണ്. അപ്പനും അമ്മയും അറിഞ്ഞിട്ടില്ലെന്ന് മാത്രം. അച്ഛൻ ചോദിച്ചു, ഇനി അച്ഛൻ എന്താണ് പ്രാർത്ഥിക്കേണ്ടത്? ഇതിനെയാണ് നമ്മുടെ സ്വന്തം ഇഷ്ടമനുസരിച്ച്, ദൈവത്തിന്റെ ഇഷ്ടമനുസരിക്കാതെ സ്വന്തം ഇഷ്ടമനുസരിച്ച് ജീവിക്കുന്ന മനുഷ്യന്റെ മേൽ ഒരു തിരുരക്തത്തിന്റെ അഭിഷേകമുണ്ടാകണമെന്ന് പറഞ്ഞപ്പോൾ, പ്രിയപ്പെട്ടവരെ, അതിന്റെ അർത്ഥം സ്വന്തം ഇഷ്ടങ്ങൾ അന്വേഷിച്ചു പോകാതെ ദൈവത്തിന്റെ ഇഷ്ടമന്വേഷിച്ച് പോകുന്ന ഒരാളായി എന്നെ മാറ്റണമേ എന്ന പ്രാർത്ഥനയാണ്. തിരുരക്തക്കടലിൽ എന്നെ മുക്കണമേ എന്ന പ്രാർത്ഥന. ഉച്ചത്തിൽ വിളിച്ച് ഈശോയേ, ഈശോയേ. ഒരു മകൾക്ക് വന്നിരിക്കുന്ന വിവാഹാലോചനയെ കുറിച്ച് പറയാൻ ഒരപ്പനും അമ്മയും കൂടെ വന്നു. അമ്മ പറഞ്ഞു, അച്ഛാ, അതെങ്ങനെയെങ്കിലും ഒന്ന് വിട്ടുപോകാൻ, അത് ഞങ്ങൾക്ക് വേണ്ട, അത് വിട്ടുപോകാൻ പ്രാർത്ഥിക്കും. ശരി. അപ്പം പറഞ്ഞു, അച്ഛാ, അതായാലും കുഴപ്പമില്ല, അത് തന്നെ നടക്കാൻ പ്രാർത്ഥിക്കും. ഒരുമിച്ച് ഒരു മുറിയിൽ ഇരുന്നിട്ട് രണ്ടുപേരും 2 കസേരയിൽ ഇരുന്ന് ഒരാളോട് പറയുകയാണ്. ഒരാൾ പറയുന്നു, അച്ഛാ വിട്ടുപോകട്ടെ. വേറെ ആൾ പറയുന്നു, അച്ഛാ അത് നടക്കട്ടെ. എന്തു ചെയ്യും? ദൈവത്തിന് സ്തുതി, രണ്ടുപേരും തമ്മിൽ തല്ലുപിടിക്കുന്നില്ല, അവര് തമ്മിൽ വഴക്കൊന്നുമില്ല, പക്ഷേ അഭിപ്രായ വ്യത്യാസം ഉണ്ടെന്നുള്ളൂ. ഹല്ലേലൂയ, അത് നല്ല കാര്യമാണ്. അഭിപ്രായ വ്യത്യാസം ഉണ്ടായാലും വഴക്ക് പിടിക്കാതിരുന്നാൽ മതി. പ്രിയപ്പെട്ടവരെ, ഈ 2 ഹിതങ്ങൾക്കും അപ്പുറം ഒരു ഹിതമുണ്ട്. ദൈവത്തിന്റെ ഹിതം നിറവേറട്ടെ എന്ന് അപ്പനും അമ്മയും മക്കളും ഒരുമിച്ച് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയാണ് തിരുരക്തത്തിന്റെ അഭിഷേകം. തിരുരക്തക്കടലിൽ ഞങ്ങളെ മുക്കണമേ എന്ന പ്രാർത്ഥന. കൈയടിച്ച് നന്ദി പറയാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഉച്ചത്തിൽ വിളിക്കാം, ഈശോയേ. തിരുരക്തത്തെ കുറിച്ച് ഉള്ള ഒരു അഡീഷണൽ ഇൻഫർമേഷൻ. 3 വിശുദ്ധര് ഒരുമിച്ച് പ്രാർത്ഥിച്ചു. വിശുദ്ധ എലിസബത്ത് ഓഫ് ഹംഗറിയിലെ രാജ്ഞിയായിരുന്നു. വിശുദ്ധ ബ്രിജിറ്റ്, വിശുദ്ധ മറ്റിൽഡ എന്ന് പറയുന്ന 3 വിശുദ്ധര് പ്രാർത്ഥിച്ചു, ഈശോയെ, നിന്റെ പീഡാസഹനത്തെ കുറിച്ച് ഞങ്ങൾക്ക് കൂടുതൽ വെളിപ്പെടുത്തി തരണമേ എന്ന് പ്രാർത്ഥിച്ച സമയത്ത് ഈശോ തൻ്റെ പീഡാസഹനത്തെ കുറിച്ച്, തൻ്റെ ശിരസിലുണ്ടായിരുന്ന മുൾമുടിയെക്കുറിച്ച്, അതിലെ മുള്ളുകളുടെ എണ്ണത്തെക്കുറിച്ച്, തന്നെ പ്രഹരിക്കാൻ നിന്ന പടയാളികളുടെ എണ്ണത്തെക്കുറിച്ച്, തൻ്റെ മേൽ വീണ ചാട്ടവാറടികളുടെ എണ്ണത്തെക്കുറിച്ച്, തൻ്റെ താടിരോമം പിടിച്ചു വലിച്ചതിനെക്കുറിച്ച്, മുടിയിൽ പിടിച്ചു വലിച്ചു ഉയർത്തിയതിനെക്കുറിച്ച് ഒക്കെയുള്ള ഒരു വെളിപാട് ഇവർക്ക് നൽകി. ആ വെളിപാടുകളുടെ കത്ത്
പ്രിയപ്പെട്ടവരെ, ജെറൂസലേമിൽ ഒരു ദേവാലയത്തിൽ ഒരു വളങ്കു പേടകത്തിൽ സൂക്ഷിച്ചിട്ടുണ്ട്. 1890 ലിയോ 13 മാർപ്പാപ്പ, ഇപ്പോൾ ഉള്ളത് ലിയോ 14 മാർപ്പാപ്പ. 1890 ലിയോ 13 മാർപ്പാപ്പ ഈ കത്തിന്റെ ഒരു ഫോട്ടോ കോപ്പി പ്രസിദ്ധീകരിച്ചു. പ്രിയപ്പെട്ടവരെ, അതനുസരിച്ച് ഈശോ പറഞ്ഞു കൊടുത്ത കാര്യങ്ങളുള്ള ആ കത്തിൽ പറയുന്നത് 28,430 ഡ്രോപ്പ് ഓഫ് ബ്ലഡ് ആണ് ഈശോ ചിന്തിയത് എന്നാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ പ്രിയപ്പെട്ടവരെ, ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം. അങ്ങനെ ഈ സമ്പൂർണ്ണ ദൈവഹിതത്തിനുള്ള സമ്പൂർണ്ണ സമർപ്പണത്തിന്റെ പശ്ചാത്തലത്തിലാണ് തിരുസഭ സൃഷ്ടിക്കപ്പെട്ടത്. എങ്ങനെയാണ് സഭ സൃഷ്ടിക്കപ്പെട്ടത്? ഈശോയുടെ രക്തത്താലാണ് സഭയെ, ആരുടെ മേലൊക്കെയാണോ ഈ തിരുരക്തം തളിക്കപ്പെടുന്നത്, അവരാരായിട്ട് മാറുകയാണ്? സഭയായി മാറുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്നൊഴുകുന്ന തിരുരക്തത്തിന്റെയും തിരുജലത്തിന്റെയും അടയാളമാണ് പ്രിയപ്പെട്ടവരെ ജ്ഞാനസ്നാന ജലം. ആ തിരുഹൃദയത്തിലാണ് ആ തൊട്ടിയുണ്ടല്ലോ, ആ ജ്ഞാനസ്നാന തൊട്ടി ഈശോയുടെ തിരുഹൃദയത്തിന്റെ പ്രതീകമാണ്. ആ തിരുഹൃദയത്തിൽ കൊണ്ടുപോയിട്ടാണ് കുഞ്ഞിനെ നമ്മൾ മുക്കുന്നത്. കുഞ്ഞിനെ എവിടെയാണ് മുക്കിയെടുത്തത്? കുഞ്ഞിനെ മുക്കിയെടുത്തത് ഈശോയുടെ തിരുഹൃദയമാകുന്ന ആ ജ്ഞാനസ്നാന തൊട്ടിയിൽ, അവന്റെ ഹൃദയത്തിൽ നിന്നൊഴുകിയ തിരുരക്തത്തിലും തിരുജലത്തിലുമാണ് കുഞ്ഞിനെ മുക്കിയെടുത്തത്. കാരണം അവന്റെ രക്തത്തിനാണ് പാപങ്ങളിൽ നിന്ന് നമ്മെ ശുദ്ധീകരിക്കാനുള്ള കഴിവുള്ളത്. ഉച്ചത്തിൽ വിളിക്കാം, ഈശോയേ, ഈശോയേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോസ്തല പ്രവർത്തനങ്ങൾ, വചനം എഴുതി വെക്കാം. അപ്പോസ്തല പ്രവർത്തനങ്ങൾ 20-ാം അധ്യായം 28-ാമത്തെ തിരുവചനം. അച്ഛൻ നിങ്ങളോട് പ്രഭാഷണത്തിന്റെ ആരംഭത്തിൽ പറഞ്ഞിരുന്നു, നമ്മളൊരു വലിയ കിണറ്റിലേക്ക് എടുത്ത് ചാടുകയാണ്. ശ്രദ്ധിച്ചിരിക്കണം, മരണക്കിണറാണ്. അപ്പോൾ അപ്പോസ്തല പ്രവർത്തനങ്ങൾ 20-28 വായിക്കാം. നിങ്ങളെയും അജഗണം മുഴുവനെയും പറ്റി നിങ്ങൾ ജാഗരൂകരായിരിക്കുവിൻ. കർത്താവ് സ്വന്തം രക്തത്താൽ നേടിയെടുത്ത ദൈവത്തിന്റെ സഭയെ പരിപാലിക്കാൻ പരിശുദ്ധാത്മാവ് നിയോഗിച്ചിരിക്കുന്ന അജപാലകരാണ് നിങ്ങൾ. പ്രിയപ്പെട്ടവരെ, സഭയിലെ ആദിമസഭയിലെ നേതാക്കന്മാരോട് അല്ലെങ്കിൽ ഇടയന്മാരോട് വൈദികരോട് വചനം പറയുകയാണ്, നിങ്ങളുടെ മക്കൾ അജഗണത്തെ കുറിച്ച് ശ്രദ്ധയുള്ളവരായിരിക്കുവിൻ. അവര് വെറുതെ വലിഞ്ഞു കയറി വന്നവരല്ല. ഒരു വിലയുമില്ലാതെ ഈ സഭയിലേക്ക് സ്വീകരിക്കപ്പെട്ടവരല്ല. ഈശോ തന്റെ കർത്താവ് സ്വന്തം രക്തത്താൽ എന്ന് പറഞ്ഞാൽ സ്വന്തം മരണത്താൽ. പ്രിയപ്പെട്ടവരെ, എപ്പോഴും രക്തം പറയുമ്പോൾ ഈശോയുടെ മരണത്തെ മനസ്സിൽ കണ്ടോളണം. ഈശോയുടെ മരണത്തെ കുറിച്ച് പറയുമ്പോൾ രക്തത്തെ മനസ്സിൽ കണ്ടോളണം. അങ്ങോട്ടും ഇങ്ങോട്ടും മറിഞ്ഞും വരും. കാരണം രണ്ടും ഒന്നാണ്. ഈശോയുടെ രക്തം ഈസ് ഈക്വൽ ടു ഈശോയുടെ മരണം. ഈശോ തന്റെ രക്തത്താൽ നേടിയെടുത്ത സഭയെ പരിപാലിക്കാൻ. അപ്പോ സഭയെ എങ്ങനെയാണ് നേടിയെടുത്തത്? തിരുരക്തം ചിന്തിയാണ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അപ്പോൾ ഈശോയുടെ മരണം എന്ന് പറഞ്ഞാൽ രക്തം ചിന്തലാണ്. ഒരാള് പറഞ്ഞു, പ്രിയപ്പെട്ടവരെ, ഇവന്റെ രക്തത്തിൽ എനിക്ക് പങ്കില്ല എന്നൊരാള് പറഞ്ഞു. ആരാണ് അയാൾ പറഞ്ഞത്? ഇവന്റെ രക്തത്തിൽ വെരി ഗുഡ്, കൈയടിച്ച് നന്ദി പറയാം.
ഒരാൾ കൈ കഴുകിയിട്ട് പറഞ്ഞു, ഇവന്റെ രക്തത്തിൽ എനിക്ക് പങ്കില്ല. അയാൾ എങ്ങനെയാണ് മരിച്ചതെന്നറിയാവോ? അയാൾ പോയി ആത്മഹത്യ ചെയ്തു. യൂദാസ് അല്ല, പിലാത്തോസ് തന്നെ. പിലാത്തോസിന്റെയും അന്ത്യം വളരെ ദാരുണമായ ഒരു അന്ത്യമായിരുന്നു. സ്ഥാനമാനങ്ങളൊക്കെ നഷ്ടപ്പെട്ടു. രോഗിയായി അയാൾ നിരാശ മൂത്ത് ആത്മഹത്യ ചെയ്യുകയാണ് ചെയ്തത്. അവന്റെ ശരീരം ആത്മഹത്യ ചെയ്ത്, ഈ മനുഷ്യന്റെ ശരീരം അവർ കുഴിച്ചിട്ടില്ല, അവർ തിബേരിയൂസ് നദിയിലേക്ക് എറിഞ്ഞു കളഞ്ഞു എന്നാ പറയുന്നത്. അവിടെ കിടന്ന് നദിയിലേക്ക് ഒരു ശരീരം എറിഞ്ഞു കളഞ്ഞാൽ ആ ശരീരത്തിന് എന്ത് പറ്റും? വെള്ളത്തിൽ ശരീരം കിടന്നാൽ എന്ത് പറ്റും? പെട്ടിയിൽ വെച്ചാൽ തന്നെ ചീഞ്ഞളിയും ഇല്ലേ? വെള്ളത്തിൽ കിടന്ന ഒരു 2-3 ദിവസം കൊണ്ട് ചീഞ്ഞ് അളിഞ്ഞ് അത് മത്സ്യങ്ങൾ കൊത്തി തിന്ന് ഒന്നുമില്ലാത്തതായി, അത് പൂർണ്ണമായും നഷ്ടപ്പെട്ടൊരു ശരീരമായി മാറി. രക്തത്തിൽ പങ്കില്ലെന്ന് പറഞ്ഞവർ. വേറെ കുറെ ആളുകൾ പറഞ്ഞു. മത്തായിയുടെ സുവിശേഷം 27-25, അപ്പോൾ എനിക്കിവന്റെ രക്തത്തിൽ പങ്കില്ലെന്ന് പറഞ്ഞപ്പോ ജനം മുഴുവൻ പറഞ്ഞു, അവന്റെ രക്തം ഞങ്ങളുടെ മേലും ഞങ്ങളുടെ സന്തതികളുടെ മേലും ആയിക്കൊള്ളട്ടെ എന്ന് പറഞ്ഞാൽ അവന്റെ മരണത്തിന്റെ ഉത്തരവാദി ഞങ്ങളാണ് എന്ന് പറഞ്ഞു. അവനെ കൊല്ല്, അവന്റെ മരണത്തിന്റെ ഉത്തരവാദിത്വം ഞങ്ങൾ ഏറ്റെടുത്തോളാം എന്ന് പറഞ്ഞു. ആ ജനത്തിന് പിന്നീട് അനുഭവിക്കേണ്ടി വന്ന ദുരിതങ്ങൾ, അവര് ജീവിച്ചു കൊണ്ടിരുന്ന രാജ്യം തന്നെ രാജ്യമല്ലാതായി. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, ഒരു യുദ്ധം കഴിഞ്ഞപ്പോൾ ഇന്ത്യ എന്ന് പറഞ്ഞൊരു രാജ്യം ഇല്ല എന്ന് പറയുന്നൊരവസ്ഥ. അങ്ങനെ ഉണ്ടാവില്ല. യുദ്ധത്തിലെ കുറെ തകർച്ചകളൊക്കെ ഉണ്ടാവുമെങ്കിലും ഒരു രാജ്യമില്ലാതെ ആവുകയില്ല. പക്ഷേ ആ ദേശം തന്നെ, ആ രാജ്യം തന്നെ ഇല്ലാതെയായി. അവർ ചിതറിക്കപ്പെട്ടു. പ്രിയപ്പെട്ടവരെ, 20-ാം നൂറ്റാണ്ടിലടക്കം 30-40 ലക്ഷം ആളുകള് വിഷം കുത്തിവെച്ചും ശ്വാസം മുട്ടിച്ചും ഗ്യാസ് ചേംബറുകളിലുമൊക്കെയായി ഒരു സമൂഹം, ലക്ഷക്കണക്കിന് ആളുകള്, 40, 50, 60 ലക്ഷം ആളുകള് കൊല ചെയ്യപ്പെട്ടു. ആരാ പറഞ്ഞത്? അവന്റെ രക്തം ഞങ്ങളുടെ മേലായിക്കൊള്ളു. ഹല്ലേലൂയ. പിന്നെ എങ്ങനെയാണ് ഇല്ലാതെയായ രാജ്യം വീണ്ടും ഉണ്ടായതെന്ന് അറിയാവോ? 1940കളുടെ അവസാനത്തിൽ യഹൂദ ഗുരുക്കന്മാര്, റബിമാർ ഒരുമിച്ച് കൂടി, ന്യൂയോർക്കിൽ ഒരുമിച്ച് കൂടിയിട്ട് അവര് പറഞ്ഞു, ഈശോ നീതിമാനായിരുന്നു, നീതിമാനായവന്റെ കൊലയ്ക്ക് കൊടുത്തതിന്റെ ഉത്തരവാദിത്വം ഞങ്ങൾ അതിന് മാപ്പപേക്ഷിക്കുന്നു എന്ന് പറഞ്ഞ ഒരു പ്രഖ്യാപനം നടത്തി 2-ാം ലോകമഹായുദ്ധത്തിന് ശേഷം. അതിനുശേഷമാണ് പ്രിയപ്പെട്ടവരെ ഇസ്രായേൽ എന്ന് പറയുന്ന പുതിയ രാജ്യം രൂപപ്പെടുന്നത്. ആയിരത്തി 1950 വർഷത്തോളം ഇല്ലാതിരുന്ന, അല്ലെങ്കിൽ 19 നൂറ്റാണ്ടുകൾ ഇല്ലാതിരുന്ന ഒരു രാജ്യം ഈശോയ്ക്കെതിരെ അവന്റെ രക്തം ചിന്തിയതിന് മാപ്പ് ചോദിച്ചുകൊണ്ട് ഒരു പ്രമാണമുണ്ടാക്കിയപ്പോ, മാപ്പ് ചോദിച്ചപ്പോൾ ഇല്ലാതിരുന്നൊരു രാജ്യം ഈ ഭൂമുഖത്ത് വീണ്ടും ഉണ്ടാകുകയാണ്. അങ്ങനെയാണ് ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യമുണ്ടായത്. അതുണ്ടായിട്ട് പ്രിയപ്പെട്ടവരെ, ആ രാജ്യത്തിന് ഇപ്പോൾ ഒരു 75 വർഷത്തെ ചരിത്രമുള്ളൂ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ പറഞ്ഞു വരുന്നത് ഈശോയുടെ തിരുരക്തത്തെ കുറിച്ചാണ്. അപ്പോൾ തിരുരക്തം എന്ന് പറഞ്ഞാൽ മരണമാണ്. നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ക്ലെയിം ദ മെറിറ്റ് ഓഫ് ദ പാഷൻ ആൻഡ് ഡെത്ത് ഓഫ് ക്രൈസ്റ്റ്. ആ കുരിശു മരണത്തിന്റെ യോഗ്യതകൾ എൻ്റെ മേൽ പതിക്കട്ടെ എന്നാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഈശോയുടെ കുരിശു മരണമാണ് എന്നെ ഒരു മനുഷ്യനാക്കി തീർക്കുന്നത്. കൈയടിച്ച് നന്ദി പറയാം. നമ്മെ ഓരോരുത്തരെയും യഥാർത്ഥത്തിൽ മനുഷ്യരാക്കി മാറ്റുന്നത്
ഈശോയുടെ കുരിശ് മരണമാണ്. ഈശോയുടെ കുരിശ് മരണം നമുക്ക് നൽകുന്ന, ഈശോയുടെ തിരുരക്തം നമുക്ക് നൽകുന്ന 15 കാര്യങ്ങൾ നമുക്ക് വേഗത്തിൽ ധ്യാനിച്ചു പോകാം. ഒന്നാമതായി, യേശുവിൻ്റെ രക്തം, യേശുവിൻ്റെ മരണം നമ്മെ പുതിയ സൃഷ്ടിയാക്കുന്നു എന്നതാണ്. എന്താണ്? യേശുവിൻ്റെ മരണം, യേശുവിൻ്റെ രക്തം നമ്മെ പുതിയ സൃഷ്ടിയാക്കുന്നു. ഹല്ലേലൂയ. അപ്പൊ നമ്മൾ ചോദിക്കും, പഴയത് പോരെ? നമ്മൾ പഴയ സൃഷ്ടിയായിട്ട് തന്നെ ഇരുന്നാ മതിയോ? ഇല്ല. ഭൗതിക മനുഷ്യൻ, അതാണ് പഴയ സൃഷ്ടി. പുതിയ മനുഷ്യൻ ആരാണ്? ആത്മീയ മനുഷ്യൻ. ഭൗതിക മനുഷ്യൻ ഈ ലോകത്തിന്റെ കാര്യങ്ങളൊക്കെ അന്വേഷിച്ച് അത് ചെയ്ത് ഇത് ചെയ്ത് അത് ചെയ്ത് ഇത് ചെയ്ത് അവിടെ ഉച്ചക്ക് തിന്ന്, കാലത്ത് ഭക്ഷണം കഴിച്ച്, ഉച്ചക്ക് ഭക്ഷണം കഴിച്ച്, വൈകുന്നേരം ഭക്ഷണം കഴിച്ച്, രാത്രി കിടന്നുറങ്ങി, പിറ്റേ ദിവസം വീണ്ടും കാലത്ത് എഴുന്നേറ്റ് ഈ ലോകത്തിന്റെ കാര്യങ്ങൾ മാത്രം അന്വേഷിച്ച് നടക്കുന്ന ഭൗതിക മനുഷ്യൻ പുതിയ സൃഷ്ടിയാകുമെന്ന് പറഞ്ഞാൽ അവൻ ദൈവത്തിന്റെ കാര്യങ്ങൾ അന്വേഷിക്കുന്നവനായി മാറും. കൈയടിച്ച് നന്ദി പറയാം. ഹല്ലേലൂയ. തോമാസ് ലീഹ സ്വന്തം കാര്യം അന്വേഷിച്ച് നടന്നിരുന്ന മനുഷ്യനാണ്. ആ മനുഷ്യനെ ഈശോ പിടിച്ച് തന്റെ കൂടെ നിർത്തി ദൈവത്തിന്റെ കാര്യം അന്വേഷിക്കുന്ന മനുഷ്യനാക്കി മാറ്റി. ഇതിനെയാണ് പ്രിയപ്പെട്ടവരെ പുതിയ സൃഷ്ടിയാവുക, രൂപാന്തരപ്പെടുക എന്ന് പറയുന്നത്. ഉച്ചത്തിൽ വിളിക്കാം, ഈശോയേ. വചനം എഴുതി വെക്കാം. 2 കൊരിന്തോസുകാർക്ക് എഴുതിയ 2-ാം ലേഖനം 5-ാം അധ്യായം 14 മുതൽ 17 വരെയുള്ള തിരുവചനങ്ങൾ. അച്ഛൻ വേഗത്തിൽ വായിക്കുകയാണ്. ഒരുവൻ എല്ലാവർക്കും വേണ്ടി മരിച്ചുവെന്നും അതിനാൽ എല്ലാവരും മരിച്ചുവെന്നും ഞങ്ങൾക്ക് ബോധ്യമുള്ളതിനാൽ ക്രിസ്തുവിന്റെ സ്നേഹം ഞങ്ങൾക്ക് ഉത്തേജനം നൽകുന്നു. ജീവിക്കുന്നവർ ഇനിയും തങ്ങൾക്ക് വേണ്ടി ജീവിക്കാതെ തങ്ങളെ പ്രതി മരിക്കുകയും ഉയർക്കുകയും ചെയ്തവന് വേണ്ടി ജീവിക്കേണ്ടതിനാണ് അവിടുന്ന് എല്ലാവർക്കും വേണ്ടി മരിച്ചത്. അതിനാൽ ഇപ്പോൾ മുതൽ ഞങ്ങൾ ആരെയും മാനുഷികമായ കാഴ്ചപ്പാടിൽ വീക്ഷിക്കുന്നില്ല. ഒരിക്കൽ ഞങ്ങൾ മാനുഷികമായ കാഴ്ചപ്പാടിൽ ക്രിസ്തുവിനെ വീക്ഷിച്ചിരുന്നെങ്കിലും ഇനി ഒരിക്കലും അങ്ങനെ ചെയ്യുകയില്ല. ക്രിസ്തുവിലായിരിക്കുന്നവൻ പുതിയ സൃഷ്ടിയാണ്. പഴയത് കടന്നുപോയി, ഇതാ പുതിയത് വന്നു കഴിഞ്ഞു. കൈയടിച്ച് നന്ദി പറയാം. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, പഴയ മനുഷ്യൻ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? തങ്ങളെ പ്രതി തന്നെ ജീവിക്കുന്നു, തങ്ങളെ പ്രതി തന്നെ മരിക്കുന്നു. പഴയ മനുഷ്യൻ അവന് വേണ്ടി തന്നെ ജീവിക്കുന്നു, അവന് വേണ്ടി തന്നെ മരിക്കുന്നു. പുതിയ മനുഷ്യൻ ആർക്കു വേണ്ടി ജീവിക്കുന്നു? ഈശോയ്ക്ക് വേണ്ടി ജീവിക്കുന്നു. ആർക്കു വേണ്ടി മരിക്കുന്നു? തോമാസ് ലീഹ ആർക്കു വേണ്ടിയാണ് ജീവിച്ചത്? ഈശോയ്ക്ക് വേണ്ടി. ആർക്കു വേണ്ടിയാണ് മരിച്ചത്? വരില്ലേ? എത്ര ഉള്ളോ? ഈശോയ്ക്ക് വേണ്ടി ജീവിച്ചു, ഈശോയ്ക്ക് വേണ്ടി മരിച്ചു. അച്ഛനെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയ ദൈവ പൈതലേ, നീ ആർക്കു വേണ്ടിയാണ് ജീവിക്കുന്നത്? സ്വരം കുറഞ്ഞു പോയോ? ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഇത്തിരി ഉറക്കെ പറഞ്ഞേ. അപ്പൊ നിങ്ങൾക്കൊക്കെ സംശയം ഉണ്ടാവും. അപ്പോൾ നമ്മൾ ശരിക്കും അടുത്തിരിക്കുന്ന ആളുടെ ഷെയ്ക്കാൻ്റെ കൊടുത്തിട്ട് പറഞ്ഞ്, ഞാൻ സത്യമായിട്ട് ഈശോയ്ക്ക് വേണ്ടിയാണ് ജീവിക്കുന്നതെന്ന്. വെറുതെ ചിരിച്ചാ പോരാ. ഞാൻ ഈശോയ്ക്ക് വേണ്ടിയാണ് ജീവിക്കുന്നത്. ഹല്ലേലൂയ. പറഞ്ഞേ, ഞാൻ ഈശോയ്ക്ക് വേണ്ടിയാണ് മരിക്കുന്നത്. വീണ്ടും കൈ കൊടുത്തിട്ട് പറ, ഞാൻ ഈശോയ്ക്ക് വേണ്ടിയാണ് മരിക്കുന്നത്. ചില ആളുകൾ നമ്മളോട് ചോദിക്കാറില്ലേ, നീ ഈ കടന്ന് മരിക്കുന്നത് ആർക്ക് വേണ്ടിയാണ്? അപ്പൊ നമ്മൾ എന്തുത്തരം പറയും? അത് സത്യമാകട്ടെ. ഹല്ലേലൂയ. ഇനി രണ്ടാമതായി, യേശുവിന്റെ തിരുരക്തം പ്രിയപ്പെട്ടവരെ നമ്മെ കഴുകി വിശുദ്ധീകരിക്കുന്നു. യേശുവിന്റെ തിരുരക്തം നമ്മെ കഴുകി വിശുദ്ധീകരിക്കുന്നു. ഈശോയുടെ മരണം നമ്മെ കഴുകി വിശുദ്ധീകരിക്കുന്നത് എങ്ങനെയാണ്? നമുക്കറിയാം, ഡ്രസ്സിൽ അഴുക്കായാൽ എങ്ങനെ അത് കഴുകി വിശുദ്ധീകരിക്കും?
ആത്മാവിൽ അഴുക്ക് പറ്റിയാൽ എങ്ങനെ അത് കഴുകി വിശുദ്ധീകരിക്കും? ആത്മാവിന്റെ അഴുക്കെന്ന് അച്ഛൻ ആദ്യം സൂചിപ്പിച്ചു. എന്താണ് ആത്മാവിന്റെ അഴുക്ക്? ദൈവകൽപ്പനകൾ ലംഘിച്ചതാണ് ആത്മാവിന്റെ അഴുക്ക്. ഇനി അങ്ങനെ അത് കഴുകി വിശുദ്ധീകരിക്കും. ഇനി ഞാൻ ദൈവകൽപ്പന ലംഘിക്കുകയില്ല എന്ന് യേശുവിനെ പ്രതി, ഈശോയുടെ മരണത്തെ തൊട്ട്, ഈശോയുടെ രക്തത്തെ തൊട്ട് ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ എന്റെ ആത്മാവിലുള്ള അഴുക്ക് മാറും. ഇതാണ് ക്ലെയിമിംഗ് ദ ബ്ലഡ് ഓഫ് ക്രൈസ്റ്റ് എന്ന് പറയുന്നത്. നമ്മൾ പറയാറില്ലേ, തിരുരക്തത്തെ ക്ലെയിം ചെയ്ത് പ്രാർത്ഥിക്കണമെന്ന്, ഏറ്റെടുത്ത് പ്രാർത്ഥിക്കണമെന്ന്. തിരുരക്തത്തെ ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞാൽ ഞാൻ ദൈവഹിതത്തിന് പൂർണ്ണമായി എന്നെ തന്നെ സമർപ്പിക്കുന്നു എന്ന ഒരു ഡെഡിക്കേഷനാണ് തിരുരക്തത്തെ ക്ലെയിം ചെയ്ത് പ്രാർത്ഥിക്കല്. അല്ലാതെ വെറുതെ അതൊരു വ്യായാമമല്ല. ക്ലെയിം ചെയ്ത് ഞാൻ തിരുരക്തത്തിന്റെ അഭിഷേകത്തെ ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുന്നു എന്ന് വായ കൊണ്ട് പറഞ്ഞാൽ അത് ക്ലെയിം ആവില്ല. അത് ഹൃദയം കൊണ്ട്, ദൈവമേ അങ്ങയുടെ തിരുഹിതത്തിന് ഞാൻ എന്നെ തന്നെ സമർപ്പിക്കുന്നു എന്ന് ഹൃദയം കൊണ്ട് ഒരു നിലപാടെടുക്കുമ്പോഴാണ് അത് തിരുരക്തത്തിന്റെ ക്ലെയിം ആകുന്നത്. അങ്ങനെ ക്ലെയിം ചെയ്ത് പ്രാർത്ഥിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ആത്മാവിലുള്ള അഴുക്ക് മാറും. ഉച്ചത്തിൽ വിളിക്കാം, ഈശോയേ. ഒരു പാപം ചെയ്തിട്ടുണ്ട്, ആ പാപം തന്നെ വീണ്ടും ചെയ്യാൻ മനസ്സിൽ ആഗ്രഹിച്ചുകൊണ്ട് നമ്മൾ പറയാണ്, തിരുരക്തത്തിന് അഭിഷേകം, തിരുരക്തത്തിന് അഭിഷേകം. ഹല്ലേലൂയ. വല്ലതും നടക്കോ? ഒരഭിഷേകവും. ഇപ്പൊ മനസ്സിലായോ? നമ്മൾ ഈ 5-10 അച്ഛൻ വന്നിട്ട് ഇത് 9ാമത്തെ കൊല്ലമാണ്. 9 കൊല്ലമായിട്ട് തിരുരക്തത്തിന് അഭിഷേകം പറഞ്ഞിട്ട് അച്ഛൻ ഒന്നും നടന്നില്ലല്ലോ. നമ്മുടെ ഹൃദയം അവിടെ തന്നെ വെച്ചിരിക്കുകയാണ്. നമ്മൾ നമ്മുടെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് തന്നെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു. ഈശോ പറഞ്ഞു, അവരുടെ ഹൃദയം എന്നിൽ നിന്ന് ദൂരെയാണ്. അതരം കൊണ്ട് അവരെന്നെ ബഹുമാനിക്കുന്നുണ്ടെങ്കിലും അവരുടെ ഹൃദയം എന്നിൽ നിന്ന് ദൂരെയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ അതാണ് ഒരു വചനം. യേശുവിന്റെ രക്തം നമ്മെ എല്ലാ പാപങ്ങളിൽ നിന്നും ശുദ്ധീകരിക്കുന്നു. 1 യോഹന്നാൻ 1:7 വചനം. വലതുകരം ഉയർത്തി വീശിക്കൊണ്ട് പറഞ്ഞ്, യേശുവിന്റെ രക്തം നമ്മെ എല്ലാ പാപങ്ങളിൽ നിന്നും ശുദ്ധീകരിക്കുന്നു. യേശുവിന്റെ രക്തം എല്ലാ പാപങ്ങളിൽ നിന്നും നമ്മെ ശുദ്ധീകരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, മൂന്നാമതായി യേശുവിന്റെ രക്തം നമ്മെ വീണ്ടെടുക്കുന്നു എന്നതാണ്. എന്താണ് വീണ്ടെടുക്കുക എന്ന് പറഞ്ഞാൽ? നമ്മൾ ഇപ്പോൾ ഒരു കുഴിയിൽ കിടക്കുകയാണെന്ന് വിചാരിക്കുക. കുഴിയിൽ കിടക്കുന്ന ആളെ പുറത്തേക്ക് കൊണ്ടുവരുന്ന ഒരു പ്രക്രിയ. അല്ലെങ്കിൽ നമ്മൾ വേറൊരാളുടെ അടിമയാണെന്ന് വിചാരിക്കുക. ആ അടിമത്വത്തിൽ നിന്ന്, ഇല്ലേ, അതാണ് കുറച്ചുകൂടി നല്ലൊരു ഉദാഹരണം. നമ്മൾ ഒരാൾക്ക്, നിങ്ങൾക്കറിയാം, പഴയ അടിമ കച്ചവടമൊക്കെ അറിയാം. ഒരാളുടെ അടിമയായി വിൽക്കപ്പെട്ടു. 30,000 രൂപക്ക് ഒരാൾ നമ്മെ അടിമയായി വാങ്ങി. ഇനി നമ്മെ ഈ അടിമത്വത്തിൽ നിന്ന് മോചിപ്പിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ആ 30,000 രൂപ തിരിച്ചു കൊടുത്തിട്ട് അയാളെ മോചിപ്പിക്കണം. അതാണ് വിടുതലിന്റെ തുക. അല്ലെങ്കിൽ ഇപ്പോഴത്തെ മുതലാളി പറയുന്ന കാശ് കൊടുത്തിട്ട് വേണം. ഒരു സ്ഥലം മേടിച്ച് വിറ്റുപോയ സ്ഥലം നമുക്ക് തിരിച്ചെടുക്കണം. അതാണ് വീണ്ടെടുപ്പ്. ഒരു സ്ഥലം വിറ്റുപോയി, ഇപ്പൊ കയ്യിൽ കുറച്ച് കാശൊക്കെ ആയപ്പോൾ ആലോചിക്കുകയാണ്, അയ്യോ അത് വിൽക്കേണ്ടിയില്ലായിരുന്നു, തറവാട്ട് വീടായിരുന്നു, നമ്മൾക്കിടെ കുറെ ഓർമ്മകളൊക്കെ ഉള്ള വീടായിരുന്നു, അത് തിരിച്ചു മേടിക്കണം. തിരിച്ചു മേടിക്കാൻ ചെന്നപ്പോൾ പണ്ട് വിറ്റതിന്റെ 10 ഇരട്ടി വിലയാണ് പറയുന്നത്. 30,000 രൂപ വിറ്റതാണ്, ഇപ്പൊ 30 ലക്ഷമാണ് ചോദിക്കുന്നത്. എന്തെങ്കിലും ആവട്ടെ, 30 എങ്കിൽ 30 കൊടുത്തിട്ട് നമ്മൾ വീണ്ടെടുക്കുകയാണ്.
ഇല്ലേ? പണ്ട് വിറ്റ വീട് തിരിച്ചു മേടിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. വീണ്ടെടുക്കാണ്. വീണ്ടെടുക്കാൻ ഇപ്പോഴത്തെ ആള് പറയുന്നത് എന്താണോ അത് പറഞ്ഞു കൊടുക്കണം. അതുപോലെ പ്രിയപ്പെട്ടവരെ, പാപം മൂലം അടിമയായി തീർന്ന നമ്മെ ഈശോ തന്റെ ജീവൻ കൊടുത്ത് വീണ്ടെടുക്കുകയാണ്. 1 പത്രോസ് 1 18-19 തിരുവചനങ്ങൾ. പിതാക്കന്മാരിൽ നിന്ന് നിങ്ങൾക്ക് ലഭിച്ച വ്യർത്ഥമായ ജീവിത രീതിയിൽ നിന്ന് നിങ്ങൾ വീണ്ടെടുക്കപ്പെട്ടത്. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഒരടിമത്തത്തിൽ കഴിയുന്നത് ചില വ്യർത്ഥമായ രീതികളിലാണ്. ചില വിഗ്രഹങ്ങളുടെ, അന്ധവിശ്വാസങ്ങളുടെ, അധമവികാരങ്ങളുടെ അടിമത്വത്തിൽ കഴിഞ്ഞുകൊണ്ടിരിക്കുന്ന നമ്മെ വീണ്ടെടുത്തത് നശ്വരമായ വെള്ളിയോ സ്വർണമോ കൊണ്ടല്ല, കറയോ കളങ്കമോ ഇല്ലാത്ത കുഞ്ഞാടിൻ്റേതുപോലുള്ള ക്രിസ്തുവിൻ്റെ അമൂല്യമായ രക്തം കൊണ്ടത്രേ. ഉച്ചത്തിൽ വിളിക്കാം ഈശോയേ. അതായത് മൂന്നാമത്തെ തിരുരക്തത്തിന്റെ അഭിഷേകത്തെ കുറിച്ച് പറയുമ്പോഴുള്ള മൂന്നാമത്തെ ചിന്തയാണ് ഈശോയുടെ രക്തം നമ്മെ വീണ്ടെടുത്തിരിക്കുന്നു. വിലയായി കൊടുത്ത്, രക്തം വിലയായി കൊടുത്തു എന്ന് പറഞ്ഞാൽ ജീവൻ വിലയായി കൊടുത്തത്. ഒരു മനുഷ്യനെ വാങ്ങിക്കാൻ ദൈവത്തിന്റെ ജീവൻ വിലയായി കൊടുത്തു. മനുഷ്യപുത്രനെ വാങ്ങിക്കാൻ ദൈവപുത്രനെ കൊടുത്തു. ഹല്ലേലൂയ, ഹല്ലേലൂയ. 50 ലക്ഷം രൂപയുള്ള ഒരു വസ്തു മേടിക്കാൻ 5 കോടി കൊടുത്തതുപോലെയാണ്, അല്ലെങ്കിൽ 500 കോടി കൊടുത്തതുപോലെയാണ്. നമുക്ക് ഒരു വിലയില്ലാത്ത നമ്മളെ മേടിക്കാൻ എല്ലാ വിലയുമുള്ള ഈശോയെ കൊടുത്തു. ഹല്ലേലൂയ. അതുകൊണ്ടാണ് കൊരിന്ത്യസുകാർക്ക് എഴുതിയ 1-ാം ലേഖനം 6-ാം അധ്യായം 19-20 തിരുവചനങ്ങളിൽ പരിശുദ്ധാത്മാവ് നമ്മളോട് പറയുന്നത്, നിങ്ങളിൽ വസിക്കുന്ന ദൈവദത്തമായ പരിശുദ്ധാത്മാവിന്റെ ആലയമാണ് നിങ്ങളുടെ ശരീരമെന്ന് നിങ്ങൾക്ക് അറിഞ്ഞുകൂടെ? നിങ്ങൾ നിങ്ങളുടെ സ്വന്തമല്ല, നിങ്ങൾ വിലയ്ക്ക് വാങ്ങപ്പെട്ടവരാണ്. ഹല്ലേലൂയ. നമ്മൾ നമ്മുടെ സ്വന്തമല്ല. അതായത് നമുക്ക് നമ്മുടെ തന്നെ നിയമമനുസരിച്ച്, നമ്മുടെ ചില നാച്ചുറൽ സ്വാഭാവിക രീതികൾ അനുസരിച്ച് ജീവിക്കാൻ അവകാശമില്ല. നിങ്ങൾ നിങ്ങളുടെ സ്വന്തമല്ല എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം നമ്മൾ നമ്മുടെ സ്വന്തമാണെന്ന് വിചാരിക്കേ, നമുക്ക് ഇഷ്ടമുള്ളത് ചെയ്യാം. പള്ളിയിൽ പോയില്ലേലും കുഴപ്പമില്ല, ആരാധന നടത്തിയില്ലെങ്കിലും കുഴപ്പമില്ല, പ്രാർത്ഥിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, കൂദാശകൾ സ്വീകരിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, കൽപ്പനകൾ പാലിച്ചില്ലെങ്കിലും കുഴപ്പമില്ല. നമുക്ക് ഇഷ്ടമുള്ളത് ചെയ്യാം. കാരണം നമ്മൾ നമ്മുടേതാണ്. ഒരു ചേട്ടൻ പറഞ്ഞ പോലെ, എൻ്റെ പറമ്പിൽ ഞാൻ എനിക്ക് ഇഷ്ടമുള്ളത് ചെയ്യും. അല്ലേ? നമ്മുടെ പറമ്പിൽ കപ്പ വെക്കണോ വാഴ വെക്കണോ എന്ന് വേറൊരാൾ വന്ന് പറഞ്ഞിട്ട് വേണോ? നമ്മുടെ സ്വന്തമാണ്, അല്ലേ? പക്ഷേ നമ്മൾ നമ്മുടെ സ്വന്തം അല്ലെങ്കിലോ വേറൊരാള് പറയുന്നത്, ആരുടേതാണോ അയാള് പറയും എന്ത് ചെയ്യണമെന്ന്. ഹല്ലേലൂയ. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ ശരീരത്തിൽ, നമ്മുടെ ആത്മാവിൽ എന്താണ് സംഭവിക്കേണ്ടതെന്ന് ആര് പറയും? ഈശോ പറയും. കാരണം നമ്മൾ നമ്മുടെ സ്വന്തമല്ല. നമ്മൾ ആരുടേതാണ്? ഉച്ചത്തിൽ വിളിച്ച ഈശോയേ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മുടെ കയ്യിലിരിക്കുന്ന മൊബൈലിൽ നമുക്കിഷ്ടമുള്ളത് കാണാൻ നമുക്ക് അവകാശമില്ല. ഞാൻ കാശ് കൊടുത്ത് മേടിച്ചല്ലേ, ഇതെന്റെ അല്ലേ, എനിക്കിഷ്ടമുള്ളത് കണ്ടാൽ എന്താ? ഇല്ല. അതിലെന്ത് കാണരുതെന്നും എന്താണ് കാണേണ്ടതെന്നും കേൾക്കേണ്ടതെന്നും അതിന്റെ ഉടമസ്ഥൻ പറയും. നിന്റെ കണ്ണ് നിന്റെ അല്ലെന്ന്, നിന്റെ കാത് നിന്റെ അല്ലെന്ന്, നിന്റെ അധരം നിന്റെ അല്ലെന്ന്. അതാണ് നീ നിന്റെ സ്വന്തമല്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഏത് സ്ഥലം വാങ്ങിക്കണം? കർത്താവ് പറയും. നിന്റെ കയ്യിലിരിക്കുന്ന കാശ് നിന്റെ അല്ല, കർത്താവിന്റെയാണ്. ഏത് വാഹനം വാങ്ങിക്കണം? കർത്താവ് പറയും.
ഏത് കോഴ്സ് പഠിക്കണം? കർത്താവ് പറയും. ഏത് രാജ്യത്ത് പോകണം അല്ലെങ്കിൽ നാട്ടിൽ നിൽക്കണോ? കർത്താവ് പറയും. നിന്റെ ജീവിതം നിന്റെയല്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആണ്. വലതുകരം വരുത്തി വീശിക്കൊണ്ട് പറയാം, നിങ്ങൾ നിങ്ങളുടെ സ്വന്തമല്ല, നിങ്ങൾ നിങ്ങളുടെ സ്വന്തമല്ല, നിങ്ങൾ വിലയ്ക്ക് വാങ്ങപ്പെട്ടവരാണ്. നിങ്ങൾ വിലയ്ക്ക് വാങ്ങപ്പെട്ടവരാണ്. ആകയാൽ നിങ്ങളുടെ ശരീരത്തിൽ ദൈവത്തെ മഹത്വപ്പെടുത്തുവിൻ. ദൈവത്തെ മഹത്വപ്പെടുത്തുവിൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, തിരുരക്തത്തിന്റെ അഭിഷേകത്തെ കുറിച്ചുള്ള ഒരു ക്ലാസ് കൂടെ അച്ഛൻ കർമ്മല മാതാവിന്റെ തിരുനാൾ കഴിഞ്ഞിട്ട് ഇത് തുടരുന്നതാണ്. തിരുരക്തം മൂലം, തിരുരക്തത്തിന്റെ അഭിഷേകത്താൽ നമുക്ക് ലഭിക്കുന്ന കൃപകൾ 3 പറഞ്ഞിട്ടുള്ളൂ. ഹല്ലേലൂയ. ഇന്ന് പറഞ്ഞത് ഏതൊക്കെയാണ്? തിരുരക്തം നമ്മെ പുതിയ സൃഷ്ടിയാക്കുന്നു, 2 വീണ്ടെടുക്കുന്നു, 3 വിശുദ്ധീകരിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. 2 പറഞ്ഞോളൂ അല്ലേ? 3 ഹല്ലേലൂയ.